Hi friends, welcome to my channel Dream Your Life. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് OET സ്പീക്കിങ്ങിൽ 3 minutes preparation time എങ്ങനെ യൂസ്ഫുൾ ആയി ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. OET സ്പീക്കിങ്ങിൻ്റെ റോൾ പ്ലേസ് നമ്മൾ സാധാരണ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പം കൂടുതൽ ആൾക്കാരും അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടായിരിക്കില്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടേ ഇല്ല, ഞാൻ മൊബൈലിൽ നോക്കി തന്നെയായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരുവിധം സ്പീക്കിംഗ് ബുദ്ധിമുട്ടില്ല എന്നുള്ളവർക്ക്. എന്നാലും നിങ്ങൾക്ക് സ്പീക്കിംഗ് കുറച്ച് ടഫ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് എക്സാം ടൈമിൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ എപ്പോഴും മൊബൈലിൽ തന്നെ പ്രാക്ടീസ് ചെയ്തവർ പെട്ടെന്ന് എക്സാമിന് ഒരു റോൾ പ്ലേ കാർഡ് തരുമ്പോൾ നമ്മളത് എങ്ങനെ ആ 3 minutes ടൈമിൽ നമ്മൾ എങ്ങനെ അത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക എന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് റോൾ പ്ലേ കാർഡ്സിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. റോൾ പ്ലേ കാർഡിൽ നമുക്കൊരു സെറ്റിങ്സ് ഉണ്ടായിരിക്കും. സെറ്റിങ്സ്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, പിന്നെ ടാസ്ക്, അങ്ങനെയാണ് ഒരു റോൾ പ്ലേ കാർഡിലുള്ളത്. അപ്പോൾ ഈ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ഹോസ്പിറ്റലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ GP ക്ലിനിക്ക്, ഹോം വിസിറ്റ്, അങ്ങനെ ഏതെങ്കിലും ആയിരിക്കാം സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെറ്റിങ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നമുക്ക് ഈ റോൾ പ്ലേ കാർഡ് കിട്ടുമ്പോൾ നമ്മുടെ ഒരു പെൻസിൽ ഉണ്ടായിരിക്കണം എപ്പോഴും. അപ്പോൾ സെറ്റിങ്സ് അണ്ടർലൈൻ ചെയ്തു. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിച്ച് നോക്കുക. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പേഷ്യൻ്റ് നോൺ ആണോ അൺനോൺ ആണോ എന്ന്. അതുപോലെ തന്നെ പേഷ്യൻ്റെ പേര് തന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പേര് തന്നിട്ടുണ്ടെങ്കിൽ ആ പേരൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പേഷ്യൻ്റെ പേര് മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും. പേഷ്യൻ്റെ പേര് റൗണ്ട് ചെയ്ത് വെക്കുക. ഇനി പേഷ്യൻ്റെ പേര് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഇൻ്റർലോക്യൂട്ടറോട് ചോദിക്കാവുന്നതാണ്. ഹൗ ക്യാൻ ഐ അഡ്രസ് എ പേഷ്യൻ്റ് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യമാണ് ടൈം. അതായത് ഈ സിനാരിയോ നടക്കുന്ന ടൈം. അത് എല്ലാ ടാസ്കിലും തന്നിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ചില ടാസ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാകും ഡ്യൂറിങ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഇൻ ദ ഈവനിങ് at 5 PM അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മെയിനായിട്ട് അത് നോട്ട് ചെയ്യാം. കാരണം അങ്ങനെ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഈവനിങ് ആണെന്നിരിക്കട്ടെ, പക്ഷേ ഈ റോൾ പ്ലേ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിങ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്നാണെങ്കിൽ നമ്മൾ വിഷ് ചെയ്യേണ്ടത് ഗുഡ് മോർണിംഗ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇൻ്റർലോക്യൂട്ടറെ വിഷ് ചെയ്ത് നമ്മുടെ സ്പീക്കിംഗ് തുടങ്ങേണ്ടത്. അതുപോലെ ഇനിയിപ്പോൾ ടൈം തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ടൈം ഏത് ടൈമാണോ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്ന രീതിയിൽ ആ ടൈം വെച്ച് നിങ്ങൾക്ക് വിഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതിൽ നമ്മുടെ റോള്. അതായത് നമ്മളൊരു രജിസ്റ്റേർഡ് നേഴ്സാണോ, ചാർജ് നേഴ്സാണോ, ഹെഡ് നേഴ്സ്, അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ചാർജ് നേഴ്സാണ് അല്ലെ ഹെഡ് നേഴ്സാണെങ്കിൽ ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നേഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ചാർജ് നേഴ്സ്, ഹെഡ് നേഴ്സ്, ആ ഒരു പൊസിഷനാണ് നമ്മുടെ ടാസ്ക് അല്ലെങ്കിൽ നമ്മുടെ റോൾ അവർ കൊടുത്തിരിക്കുന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ വേണം സംസാരിക്കാൻ. അപ്പം ആ കാര്യം നമ്മളൊന്ന് നോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടാസ്ക് കാർഡിലെ ഫസ്റ്റ് വേർഡ്, അതായത് എക്സ്പ്ലെയിൻ, റീഅഷ്യൂർ, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ്, അങ്ങനത്തെ വേർബ്, അങ്ങനത്തെ വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്കത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പെട്ടെന്ന് നമുക്ക് ഒരു ടാസ്ക് കഴിയുമ്പോൾ അടുത്തത് എന്താണ് നമ്മൾ പറയേണ്ടത് എന്നൊരു ഐഡിയ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആയിട്ട് അറിയത്തില്ലെങ്കിൽ അത് നമുക്ക് ആ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ ഇൻ്റർലോക്യൂട്ടറോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.